മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് റെക്കോർഡിട്ട സ്വർണ്ണവില പവന് ഇന്ന് 1200 രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക് എത്തിയത്. 76,960 രൂപയാണ് ഇന്ന് പവന്റെ വില സംസ്ഥാനത്ത്. വാർത്തയുടെ വിവരങ്ങളുമായി ശ്രീനിധി ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീനിധി, സർവകാല റെക്കോർഡിലേക്ക് സർവകാല റെക്കോർഡിലേക്ക് സ്വർണ്ണവില എത്തിയിരിക്കുന്നു എന്നതാണ് ഇന്ന് നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായിരിക്കാം ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് 1200 രൂപ കൂടി സ്വർണ്ണവില ഇങ്ങനെ റെക്കോർഡിലെത്താനുള്ള കാരണം? മനു പറഞ്ഞതുപോലെ തന്നെ സ്വർണത്തിന് നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, സ്വർണത്തിന് പൊള്ളുന്ന വിലയാണ് എന്നത്. അത് തന്നെയാണ് ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് ഒരു ദിവസം കൊണ്ട് 1200 രൂപയാണ് ഉയർന്നിരിക്കുന്നത്. ആ 1200 രൂപ ഉയരുമ്പോൾ സ്വർണ്ണ പവന് ഏകദേശം 77,000 രൂപയ്ക്ക് അടുത്തിരിക്കുകയാണ് സ്വർണം പവന്റെ വില. മാത്രമല്ല, നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ 77,000 രൂപയ്ക്ക് പുറമെ GST, പണിക്കൂലി ഇവയെല്ലാം ഉൾപ്പെടുമ്പോൾ സ്വർണം വാങ്ങിക്കുമ്പോൾ ഏകദേശം 1,00,000 രൂപയ്ക്ക് അടുത്താണ് ഒരു പവൻ സ്വർണം നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വലിയ സ്വർണ്ണ ഉപഭോക്താവായ രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർധനവ് വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങ് കേരളത്തിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം, ഈ ഒരു മാസം എന്ന് പറയുന്നത് കല്യാണങ്ങളൊക്കെ നടക്കുന്നൊരു മാസമാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരനെ പോലും സ്വർണത്തിൻ്റെ ഈ ഒരു കുതിച്ചുചാട്ടം, സ്വർണ്ണ വിലയിലെ ഈ കുതിച്ചുചാട്ടം വലിയ രീതിക്ക് ബാധിക്കുന്നുണ്ട്. ഇനി നമുക്കറിയാനുള്ളത്, എങ്ങനെയാണ് സ്വർണത്തിന് ഇത്തരത്തിലൊരു വില വർധനവ്, സ്വർണം എങ്ങനെയാണ് ഇത്തരത്തിൽ സർവകാല റെക്കോർഡ് ഇട്ടുകൊണ്ട് വില വർദ്ധിക്കുന്നത് എന്ന കാര്യമാണ് പരിശോധിക്കേണ്ടത്. അതിനുള്ള ആദ്യത്തെ കാരണം എന്ന് പറയുന്നത്, ഡോളറിൽ രാജ്യാന്തര വില കൂടിയതിൻ്റെ ചുവട് പിടിച്ചാണ് ഇത്തരത്തിലൊരു വില വർധനവ് എന്നതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ വിവാദങ്ങളും വലിയ ചർച്ചകളുമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് US കേന്ദ്ര ബാങ്കിന്റെ ഗവർണർ ലിസ കുക്കിനെ വായ്പാ ചട്ടങ്ങളിൽ തിരിമറി കാട്ടിയെന്ന ആരോപണത്തെ തുടർന്ന് ഡൊണാൾഡ് ട്രംപ് പുറത്താക്കിയിരുന്നു. ആ ഒരു പ്രശ്നത്തെ തുടർന്ന് ട്രംപും കേന്ദ്ര ബാങ്കും തമ്മിലെ ഇത്തരം ഭിന്നതകൾ US കേന്ദ്ര ബാങ്കിന്റെ വിശ്വാസ്യതയെ തകർക്കുകയാണ് എന്നൊരു വിലയിരുത്തൽ വന്നിരുന്നു. ആ വിലയിരുത്തൽ വന്നപ്പോൾ തന്നെ, ഈ ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, സ്വർണത്തിലുള്ള വില വർധനവ് എത്രത്തോളം ഉയരുമെന്നത്. മാത്രമല്ല, നമുക്കറിയുന്ന കാര്യമാണ്, അധിക തീരുവ ഡൊണാൾഡ് ട്രംപ് എല്ലാ ഇന്ത്യക്ക് മേൽ ചുമത്തിയ കാര്യം. ആ 50% അധിക തീരുവ ചുമത്തിയിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ഇന്ത്യൻ വിപണിയിൽ ഇത്തരത്തിൽ ഇന്ത്യൻ സ്വർണത്തിന് വില വർദ്ധിക്കാൻ ഒരു കാരണം. മാത്രമല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ശമനമില്ലാതെ തുടരുന്ന റഷ്യ-യുക്രൈൻ യുദ്ധവും ഇത്തരത്തിൽ സ്വർണത്തിന്റെ വില ഉയരാൻ ഒരു വലിയ കാരണം തന്നെയാണ്. അങ്ങനെ പറയുമ്പോൾ ഇന്നത്തെ ഒരു ദിവസം 1200 രൂപ സ്വർണത്തിന് വർദ്ധിക്കുമ്പോൾ ഒരു പവൻ സ്വർണം വാങ്ങിക്കണമെങ്കിൽ 77,000 രൂപ നമ്മൾ നൽകേണ്ടി വരും. മനു, ശരി. ശ്രീനിധി പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ചിങ്ങമാസമാണ്. മലയാളികൾ ഏറ്റവും കൂടുതൽ കല്യാണങ്ങളൊക്കെ നടക്കുന്ന മാസം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായി എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ആളുകൾ കല്യാണത്തിന് സ്വർണം വാങ്ങും, അതുറപ്പാണ്. വലിയ പ്രതിസന്ധി പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഇതുണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 1,00,000 രൂപയ്ക്ക് അടുത്താകും ഈ GSTയും പണിക്കൂലിയും ഒക്കെ കൊടുത്ത് നമ്മൾ ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ. അത്രമാത്രം വലിയ വിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. 76,960 രൂപ ഒരു പവൻ സ്വർണത്തിൻ്റെ വില എന്ന് പറയുന്നത്. വില കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം അമേരിക്ക ലോകരാജ്യങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വലിയ തീരുവകൾ, ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ 50% തീരുവ, ഒപ്പം തന്നെ ശമനം ഇല്ലാതെ തുടരുന്ന റഷ്യ-യുക്രൈൻ യുദ്ധം, ഇതൊക്കെയാണ് ഇപ്പോൾ സ്വർണ്ണവില കൂടാനുള്ള കാരണമായി വിലയിരുത്തപ്പെടുന്നത്. വിവരങ്ങളാണ് ശ്രീനിധി നൽകിയത്.